വലിയ പേടിയാണ്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ചകൾ, തങ്ങന്മാരും ഉസ്താദന്മാരും ഒക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നീറ്റലാണ്. ഞാൻ അറിയുന്നവരോടും എന്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ പറയലുണ്ട്, നമ്മൾ ഒന്നിനും കൊള്ളരുതാത്തവരല്ലേ, നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ ആലോചിക്കുക, എന്ത് യോഗ്യതയാണുള്ളത്? കുറെ 4-5 വർഷം ദറസിൽ പഠിച്ച്, 1 കൊല്ലം പൊട്ടച്ചിറയിൽ പഠിച്ച്, പിന്നെ ബാക്കിയുള്ള വർഷം ബാക്കിയാത്തിൽ പഠിച്ച് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി അള്ളാഹു തന്ന ശബ്ദം വെച്ച് ഇങ്ങനെ പ്രസംഗിച്ച് കിടക്കുമ്പോൾ നമ്മൾ വലിയ കേമനാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് എന്ത് പാരമ്പര്യമാണ് അവകാശപ്പെടാനുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ അധികാരവും നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത ഒരു വർത്തമാനത്തിന് നിൽക്കരുത്. നമ്മൾ മരിക്കേണ്ടവരാണ്. അല്ലാഹു മതി, തവക്കുൽ ചെയ്യുന്നവൻ അല്ലാഹു മതി. അവനെ രാഷ്ട്രീയ മേലാളന്മാര് ഒഴിവാക്കിയാൽ, അവനെ അധികാരി വർഗങ്ങൾ ചവിട്ടി തേച്ചാൽ, അവനെ നാട്ടിലെ സമ്പന്ന വർഗങ്ങൾ മാറ്റിവെച്ചാൽ, അവന് അല്ലാഹു മതി, അവൻ അല്ലാഹു മതി, അവൻ അല്ലാഹു മതി എന്ന് അല്ലാഹു തന്നെ പറയുകയാണ്. തവക്കുൽ എന്ന് പറയുമ്പോൾ, നല്ല തവക്കുൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് എല്ലാം ഞാൻ അള്ളാഹെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നതല്ല. ഹൃദയം അറുത്ത് മുറിച്ച് അള്ളാഹ്ക്ക് കൊടുത്തിട്ട് വരുന്നതൊക്കെ അള്ളാന്റെ തീരുമാനമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ഖൽബാണ്. അതല്ലേ നമ്മളിപ്പോ കണ്ടത് എയർപോർട്ടിൽ ആമിർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഹജ്ജിന് പുറപ്പെട്ട് വന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടില്ലേ? ഹുസ്നു തവക്കുലാണ്. എന്ത് രേഖകൾക്ക് പ്രശ്നമുണ്ടായാലും, എന്തെങ്കിലും തകരാറ് പറഞ്ഞ് കാരണങ്ങൾ കാണിച്ച് അദ്ദേഹത്തെ മാറ്റിവെക്കാൻ ശ്രമിച്ചാലും, ആമിർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഹുസ്നു തവക്കുലാണ് നമ്മൾ കണ്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാബത്തിന്റെയും ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും ചരിത്രത്തിൽ കണ്ട അതേ പവർ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടില്ലേ? മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തില്ലേ? എത്ര മനോഹരമാണ്! രോമം ഇങ്ങനെ എഴുന്നേക്കും ഈമാനുള്ളവർക്ക്. 2 പ്രാവശ്യം ഫ്ലൈറ്റ് ഉയർന്നിട്ട് പിന്നെ താഴ്ത്തിയിട്ട് ഇദ്ദേഹത്തെയും കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുമ്പിൽ നടന്ന സംഭവമാണ്. അതാണ് ഹുസ്നു തവക്കുൽ. താലൂത്ത് ബിൻ അബ്ബാദ് എന്ന് പറയുന്ന ഒരു ആബിദായ ആലിമായ വലിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, താലൂത്ത് ബിൻ അബ്ബാദ്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോ പെട്ടെന്ന് ആരോ അദ്ദേഹത്തെ ഉണർത്തിയിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പറയുന്ന പോലെ, ആ കരഞ്ഞുകൊണ്ട് കേഴുന്ന പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന മനുഷ്യനെ നീ സാമ്പത്തികം കൊടുത്ത് സഹായിക്കൂ എന്ന ഒരു ഉൾവിളി. രാത്രി കിടന്നിട്ട് ഉണരുകയാണ്, ഞെട്ടി ഉണരുകയാണ് താലൂത്ത് ബിൻ അബ്ബാദ്. അദ്ദേഹം ഉണരുകയാണ്. അദ്ദേഹത്തിനോട് ആരോ പറയുന്നു, ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ എവിടെയോ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീറി പുകയുന്ന, വിശന്ന് വലയുന്ന ഒരു പാവപ്പെട്ടവനെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുന്ന ഉൾവിളിയാണ്. അവർ ആലിമീങ്ങളാണ്, അവര് മുത്തഖീങ്ങളാണ്, അവര് ആബിദീങ്ങളാണ്. അതുകൊണ്ട് ആ ഉൾവിളി അവർക്ക് ബോധമുണ്ടാക്കി. പുറത്തേക്കിറങ്ങി തന്റെ കുതിരപ്പുറത്ത് കയറി താലൂത്ത് ബിൻ അബ്ബാദ് യാത്ര ചെയ്യുകയാണ്. പുറത്തേക്കിറങ്ങി യാത്ര ചെയ്യുമ്പോ തന്റെ വീട്ടിന്റെ അകത്ത് നിന്ന് 100 ദീനാർ എടുത്ത് കുപ്പായത്തിന്റെ കീശയിലിടുകയാണ്. ആ കുതിര ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. പാതിരാ സമയമാണ്. ബഗ്ദാദിന്റെ തീരത്തിലൂടെ ആ താലൂത്ത് ബിൻ അബ്ബാദ് യാത്ര ചെയ്ത് വഴിയിൽ ഇങ്ങനെ പോകുമ്പോ, വിജനമായ വഴിത്താരകളിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരു തേങ്ങൽ കേൾക്കുകയാണ്, പൊട്ടിക്കരച്ചിൽ കേൾക്കുകയാണ്, അടക്കി പറയുന്ന വർത്തമാനങ്ങൾ കേൾക്കുകയാണ്. കുതിരയുടെ കുളമ്പടി അവിടെ നിലയ്ക്കുകയാണ്. താലൂത്ത് ബിൻ അബ്ബാദ് അതിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. എവിടെയാണ് പൊട്ടിക്കരച്ചിൽ കേൾക്കുന്നതെന്നറിയാൻ ചെല്ലുമ്പോ ഒരു ഓല കൊണ്ട് മറച്ച ചെറിയ ഒരു ഷെഡിന്റെ അകത്തിരുന്ന് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിന് മുസല്ലക്കു പകരം ഓലകൾ വിരിച്ചിട്ട് അവിടെ സുജൂദിൽ കിടന്നുകൊണ്ട് തേങ്ങിക്കരയുന്ന വിശ്വാസിയുടെ ഹൃദയത്തിന്റെ തേങ്ങലാണ് താലൂത്ത് ബിൻ അബ്ബാദിന് കേൾക്കാൻ കഴിഞ്ഞത്.
ഇബാദത്ത് കഴിയുന്നത് വരെ കാത്തിരുന്നു. ആ പ്രിയപ്പെട്ട മനുഷ്യൻ കണ്ണീര് കൊണ്ട് മുഖവും സ്ഥലവും ഒക്കെ കഴുകിയിരിക്കുകയാണ്. ത്വലൂത്ത് ബിൻ അബ്ബാദ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് പൊട്ടിക്കരയുന്നത്? അയാൾ പറയുന്നു, എനിക്ക് മക്കളാണ്, പെൺമക്കളാണ്. ആഹാരം കഴിക്കേണ്ട പ്രായത്തിൽ വെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത ഉരുപ്പയായി പോയവനാണ്. കാരുണ്യവാനായ അള്ളാഹുവിനോട് ഈ പാതിരാത്രിയിൽ എൻ്റെ എല്ലാ ആയുധങ്ങളും താഴെ വെച്ച് എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഞാനും പറയുന്നതാണ്, ജോലിക്ക് പോയിട്ട് കുറെ കാലങ്ങളായി, ഞാൻ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളുകളായി. എൻ്റെ മക്കൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ ഞാൻ എൻ്റെ പടച്ചവനം വരമേൽപ്പിച്ചതാണ്. ത്വലൂത്ത് ബിൻ അബ്ബാദ് തന്റെ കീശയിൽ കിടന്ന 100 ദീനാർ ആ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറയുന്നു, ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷത്തോടെ ഉപയോഗിക്കുക. ഇനി എന്താവശ്യം വന്നാലും ഈ നാട്ടിലെ ഭരണാധികാരി ഞാനാണ്. ആരോട് പറഞ്ഞാലും അറിയാം. ത്വലൂത്ത് ബിൻ അബ്ബാദിന്റെ കൊട്ടാരം ചോദിച്ചാൽ കാണിച്ചു തരും, ഓഫീസ് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താവശ്യമുണ്ടോ, ഭക്ഷണം വേണമോ, വസ്ത്രം വേണമോ, എന്റെ ഓഫീസിൽ വന്ന് ചോദിച്ചാ മതി. ആരും നിങ്ങളെ എവിടെ എത്തിക്കുമെന്ന് പറയുമ്പോ കണ്ണീര് തുടച്ചുകൊണ്ട് ആ പാവപ്പെട്ട ആബിദായ മനുഷ്യൻ പറയുന്നു, എടോ ത്വലൂത്തേ, വിജനമായ ബഗ്ദാദിന്റെ വഴിയോരത്ത് ഈ ചെറ്റക്കൂരയ്ക്കകത്ത് കൊട്ടാരത്തിനകത്തിരുന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ എന്റെ പടച്ചോന് കഴിയുമെങ്കിൽ നാളെ മുതൽ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വരുന്നത് എന്തിനാ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നാളെ മുതൽ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വരുന്നത് എന്തിനാ? നാളെ മുതൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തിനാ? ഇപ്പോഴും ഞാൻ ആവശ്യപ്പെട്ടത് എന്റെ റബ്ബിനോടാണ്, എന്നും ഞാൻ ആവശ്യപ്പെടുന്നത് എന്റെ റബ്ബിനോടായിരിക്കും. നിങ്ങളുടെ പേരും പറഞ്ഞു കൊട്ടാരത്തിലേക്ക് പൈസ വരാൻ എന്നെ കിട്ടൂല. ഈ തവക്കുലിനെ നമ്മളിനി എത്ര കാലം ഇബാദത്ത് ചെയ്യണം? ഈ തവക്കുല് നമുക്ക് ഉണ്ടാവാൻ എത്ര നമ്മൾ സുജൂദിൽ കിടക്കണം? ഇതാണ് ഹുസ്നുൽ തവക്കുൽ. അല്ല നമുക്ക് വെറുതെ പൂക്കോട്ടൂർ ജംഗ്ഷനിലേക്ക് നിന്ന് പറയാം, എന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുകയാണ്, ഭാര്യ മക്കളൊക്കെ പടച്ചു നോക്കിയോളും. ക്യാൻസർ അല്ലേ ആചാരെ, എങ്ങനെ പോകുന്നു? അത് കുഴപ്പമില്ല, അതൊക്കെ തവക്കൽത്തുവല്ല. അതൊരു തവക്കുലല്ല, അത് വെറുതെ ആ നാട്ടുകാരെ പറ്റിക്കണ തവക്കുലാണ്. അത് ആളുകളോട് പറയുന്നതാ, കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, തവക്കൽത്തുവല്ല. അത് ഡ്യൂപ്ലിക്കേറ്റാ ചില വർത്താനം. ഹുസ്നുൽ തവക്കുൽ അങ്ങനെ പെട്ടെന്ന് തവക്കൽത്തുവല്ലെന്നൊന്നും പറയൂല. ഹുസ്നുൽ തവക്കുൽ ഹൃദയം ഇങ്ങനെ ഉരുകിയിട്ടാ പറയാ, എന്റെ റബ്ബ് തന്നതല്ലേ, അതങ്ങനെ നടക്കും. അതുകൊണ്ടല്ലേ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, വർഷം 9 റഹ്മത്തെ സുഖിച്ചില്ലേ. അയ്യൂബ് നബിയുടെ ഭാര്യ ചോദിച്ചു, ഒരു നബിയൊക്കെ അല്ലേ, ഒരു വാക്ക് അള്ളഹാനോട് പറഞ്ഞൂടെ? ഒക്കെ നിസ്സാര സമയം കൊണ്ട് മാറ്റുമെന്ന് എനിക്കറിയാലോ. അയ്യൂബ് നബി പറഞ്ഞതാ, 80 വർഷം സുഖിച്ചില്ലേ, ആരോഗ്യം, ആഫിയത്ത്, പണം, പ്രതാപം, ഇനി കുറച്ചാൽ എങ്ങനെ പോട്ടെ. ഇതൊരു തവക്കുലാണ്. എന്ത് സംഭവിച്ചാലും അതിങ്ങനെ തന്നെ നടക്കും, എനിക്കത് അനുഭവിക്കേണ്ടി വരും, ആസ്വദിക്കേണ്ടി വരും, അതിൽ നിന്ന് മാറാൻ എനിക്ക് കഴിയൂല. തൃപ്തിയോടുകൂടി അള്ളാഹുലേക്ക് നേരിടുക എന്നതാണ്. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളെ കൊടുക്കാൻ അള്ളാഹ് അറിയാത്തതുകൊണ്ടാണ് ഇത്രയും വലിയ ചരിത്രത്തിൽ പ്രധാനമുള്ള ഒരു പ്രവാചകർക്ക്, എന്തൊക്കെ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത പ്രവാചകർക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പടച്ചോന് പറ്റാത്തതുകൊണ്ടാണോ? നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ ചിന്തിക്ക്. പക്ഷെ അള്ളാഹു അങ്ങനെ പ്രായമാക്കി, വയസ്സാക്കി, എന്നിട്ടൊരു കുഞ്ഞിനെ കൊടുക്കുമ്പോ സ്നേഹം കൂടും. ഭയങ്കര സ്നേഹമാണ്. കല്യാണം കഴിഞ്ഞ 40 കൊല്ലത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായാല് യുവാക്കള് മക്കളെ സ്നേഹിക്കുന്ന പോലൊന്നും അല്ല അവരെ സ്നേഹിക്കുക. അള്ളാഹുവെ ഭയങ്കര സ്നേഹമാണ്. അതുകൂടി അള്ളാഹു താല മുതലാക്കുകയാണ്. അതും കൂടി, ആ സ്നേഹം കൂടി പിടിച്ചെടുക്കാണ്. അത്ര സ്നേഹം ഒരു പ്രായാധിക്യത്തിൽ കിട്ടിയ കുഞ്ഞ്. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. മലർമൊട്ടുപോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഇബ്രാഹിം നബിക്കല്ല കിനാവ് കാട്ടി മകനാം കുരും ഇസ്മായിലിനെ അറുക്കുമട്ടിൽ. എന്നിട്ട് ആ കുഞ്ഞിനെ കഴുത്തറുക്കാൻ അള്ള പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഇതൊന്തൊരു കഥയാണ്, ഇത് ആരെഴുതിയ കഥയാണ്?
ഇത് ഏത് ചരിത്രകാരൻ എഴുതിയ കഥയാണ്? സൃഷ്ടാവായ പടച്ചവൻ ഈ ലോകത്തെ സാക്ഷിയാക്കി ആകാശ ലോകങ്ങളെ കരയിപ്പിച്ചുകൊണ്ട് സമ്മാനിച്ച ചരിത്രമാണ്. ഇന്നലെ അറഫയിൽ ആളുകൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ കാരണം ഇബ്രാഹിം നബിയാണ്, ഹാജറ ബീവിയാണ്, ഇസ്മായിൽ നബിയാണ്. തവക്കുലിന്റെ കുടുംബം. കാടും മലയും കുന്നുമായ പ്രദേശത്ത് ഭാര്യയെയും കുഞ്ഞിനെയും ആക്കിയിട്ട് ഇബ്രാഹിം നബി പോവാൻ. അല്ലാഹു അമറക ബിഹാദ. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കാണ്, അല്ല പറഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നത്? അതെ എന്ന് മറുപടി പറഞ്ഞപ്പോ പിന്നെ അവിടെ ആശങ്കകളില്ല, പിന്നെ അവിടെ ടെൻഷൻ ഇല്ല, പിന്നെ ഇവിടെ പുലി വരുമോ കടുവ വരുമോ, വെള്ളം കിട്ടാതെ എന്റെ കുഞ്ഞ് മരണപ്പെട്ടു പോകുമോ, ഒരു ഭയമില്ല. എന്തുകൊണ്ട്? ഹുസ്നു തവക്കുലാണത്, ഹുസ്നു തവക്കുലാണ്. അത് ഒന്നാമതായ ഒരു വിശ്വാസിക്ക് വേണം. അത് പൊട്ടിയാൽ മുഴുവനും പൊട്ടി, അത് പോയാൽ സർവ്വതും പോയി. അതൊന്നുമില്ലാതെ നമ്മൾ കുറെ ഉലുഹിയ കൊടുത്തു, കുറെ തലക്കെട്ട് കെട്ടി, പള്ളി പ്രസിഡന്റായി, മഹലിന് സേവനം ചെയ്തു, കോളേജ് നടത്തി, ഒന്നുമില്ല. ഹുസ്നു തവക്കുൽ നിർബന്ധ. ആ രീതിയിലുള്ള പരീക്ഷണം അല്ലാഹു തരും, ആ രീതിയിലുള്ള പരീക്ഷണം അല്ലാഹു തരും. അത്തിപ്പറ്റ ഉസ്താദിന്റെ വലിയ രോഗത്തെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നത്, പനി വന്ന നഴ്സറി കുട്ടി ഇരിക്കുന്ന പോലെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന, അതാണ് ഹുസ്നു തവക്കുൽ. വലിയ രോഗത്തെ ചികിത്സിച്ച ഡോക്ടർ പറയാണ്, പനി വന്ന കുഞ്ഞു വന്നിരിക്കുന്ന പോലെ എന്റെ മുമ്പിൽ വന്നിരിക്കുക. ആറ്റപ്പൂവിനെ ചികിത്സിച്ച ഡോക്ടർമാരോട് ചോദിക്ക്, ആറ്റപ്പൂവിന്റെ സന്തത സഹചാരികളോട് ചോദിക്ക്, എത്ര സർജറി കഴിഞ്ഞു, എത്ര വേദന തിന്നു. പക്ഷേ ഒരു പ്രോഗ്രാമിന് ആ പാവപ്പെട്ടവർ വരുന്നത് കണ്ടാൽ, ചെറിയ ഒരു കാലുവേദനയും പനിയൊക്കെ ഉള്ള ഒരു കുഞ്ഞിനെ പോലെ വലിയ രോഗങ്ങളെ തവക്കുൽ കൊണ്ട് കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞത് കൊണ്ടാണ് ആ പേര് പറയുമ്പോൾ നമ്മുടെ നെഞ്ചിങ്ങനെ വിറയ്ക്കുന്നത്. നമുക്കതിന് കഴിയണം പെങ്ങളെ. അറഫ നോമ്പെടുത്തുകൊണ്ട് വെള്ളിയാഴ്ച പ്രഭാതത്തിൽ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടണം, ഇത് നെഞ്ചിൽ നിങ്ങൾ പതിക്കണം, ഇല്ലാണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. രണ്ടാമത്തതോ, ഒന്ന് ഹുസ്നു തവക്കുൽ ഫിൽ ഇസ്തിഖ്ബാൽ. ദാവൂദ് നബിയാ പറഞ്ഞു കൊടുക്കുന്നത് സുലൈമാൻ നബിയോട്. ആ അടിസ്ഥാനത്തിലാണ് പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം ജീവിച്ചത്. രണ്ടാമത്തതോ, ഹുസ്നുർ റിളാ ഫീമാ നാലാ. അല്ലാഹു എന്ത് തന്നാലും അതിൻ്റെ അകത്ത് തൃപ്തിപ്പെടുക. അല്ലാഹു എന്ത് തന്നാലും തൃപ്തിപ്പെടുക. 3 പെമ്മക്കള്, 4 പെമ്മക്കള്, 5 പെമ്മക്കള്, വീണ്ടും ഒരു ആൺകുട്ടി എത്താ. അല്ലാഹ് 6ാമത്തെ പ്രസവത്തിലും പെണ്ണ്. എന്തിനാ പടച്ചോനെ? ഞാൻ അവിടെ പൈസ കൊടുത്തു, മമ്പറത്ത് പൈസ കൊടുത്തു, മടവൂര് പൈസ കൊടുത്തു, MIC-യിൽ സഹായിച്ചു, MIC-ക്ക് പൈസ കൊടുത്തു, അല്ലെങ്കിൽ മജ്‌ലിസുൻ നൂർ നടത്തി, നേർച്ച നടത്തി, എന്നിട്ടും പടച്ചോനെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിക്കാൻ പാടില്ല. ഞാൻ കഅബാലയത്തിന്റെ കില്ല പിടിക്കുന്ന സമയമാണ്. എന്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് തുവാഫ് ചെയ്ത് കില്ലയോട് ചേർന്നിരുന്ന് എന്റെ മോന്റെ അസുഖം മാറ്റാൻ വേണ്ടി ഞാൻ അവിടെ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു എന്റെ മോന്റെ റൂഹിനെ നാട്ടിൽ പിടിക്കാണ്. അപ്പൊ ഞാൻ കഅബയുടെ മുമ്പ് നിന്നിട്ട് എന്നാലും എന്നോട് ഇത് വേണമായിരുന്നു റബ്ബെന്ന് ചോദിക്കാൻ പാടണ്ട. ഹുസ്നുർ റിളാ ഫീമാ നാലാ. അതല്ല, അതിനപ്പുറം സംഭവിച്ചാലും സഹിക്കാനും ക്ഷമിക്കാനും തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സുണ്ടാവണം. ഈ തങ്ങൾ എന്നോട് മൊബൈൽ കാണിച്ചു തന്നു അദ്ദേഹത്തിന്റെ മകന്റെ ഫോട്ടോ. 3ാമത്തെ ആണ്ടാണ്, കോടങ്ങാട് പഠിച്ചുകൊണ്ടിരുന്ന മോനാണ്, ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. ഞാൻ ഈ അടുത്ത സമയത്ത് ഈ മദ്ഹൊക്കെ കുട്ടിയൊക്കെ എഴുതാൻ വേണ്ടി എന്റെ മൊബൈൽ ഇങ്ങനെ പഴയ എഴുതി കൊടുത്ത പാട്ടുകളൊക്കെ നോക്കുമ്പോ പട്ടിക്കാട് ജാമിയ നൂരിയിൽ പഠിച്ച മൊയ്ൻ പാടിയ ഒരു പാട്ട് കിടക്കുന്നുണ്ട്. അത് പുറത്തിറക്കാൻ പറ്റിയില്ല. മൊയ്ന് വലിയ ആഗ്രഹമായിരുന്നു ഒരു മദ്ഹ് പാട്ട് പാടണമെന്ന്. ഞാൻ എഴുതിയ പാട്ട് പാടണം എഴുതി കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് മറന്നുപോയി. അത് പാടിപ്പിച്ച് ഇറക്കി അതിന്റെ സംവിധാനങ്ങളൊക്കെ ചെയ്ത് പൊടിപ്പും തെങ്കിലൊക്കെ വെക്കുമല്ലോ, അത് ചെയ്യാൻ പറ്റിയില്ല. അതിനുമുമ്പ് മരണപ്പെട്ടു പോയി. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വലിൽ അത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹുസ്നുർ റിളാ ഫീമാ നാലാ. വരാൻ പോകുന്നതിലുള്ള തൃപ്തി അതുണ്ടാവണം. നമുക്ക് എന്ത് സംഭവിച്ചാലും ഉണ്ടാവണം. നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവണം. നമുക്ക് അത്രമാത്രം കഷ്ടപ്പെട്ട് തൃപ്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടൊന്നും അല്ലാഹ് തന്നിട്ടില്ല. സത്യത്തില് സ്നേഹസാഗരത്തിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത നൗഷാദ് എന്ന ഒരു സഹോദരന്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല, പാന്റ് ധരിക്കാൻ പറ്റൂല, മുണ്ടുടുക്കാൻ പറ്റൂല, മുട്ടിങ്ങനെ മടങ്ങിയിരിക്കുള്ളൂ. വളരെ സ്കെൽറ്റാണ്, പാവമാണ്, സാധുവാണ്, ഒന്നിനും കഴിവില്ലാത്ത ഒരു പാവപ്പെട്ടവനാണ്.
അള്ളാഹുവിനോട് തൃപ്തിപ്പെടാൻ ആരോഗ്യവും ആഫിയത്തും കൈകാലുകളും തന്റെ ഇടവും ഭക്ഷണവും സുഖവും തന്ന എനിക്കും നിങ്ങൾക്കും കഴിയാത്തത് എന്തുകൊണ്ടാണ് ഹുസ്നുൽ റിളാ ഫീമാ നാല. പടച്ചവൻ തരുന്നതിൽ തൃപ്തിപ്പെടണം, എന്തായാലും തൃപ്തിപ്പെടണം. അതിനാണ് അറഫാ ദിവസത്തിൽ ആരിഫ്യങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ദുആ. ഏതായാലും നിങ്ങൾ ഇവിടെ വന്നല്ലോ, ഇനിയിപ്പോ മാനിത്തങ്ങളുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന, വീര്യമുള്ള വാക്കുകൾ, അള്ളാഹുവിന്റെ ഖബൂലിയത്തിലേക്ക് ചെന്ന് ഇടിച്ച് വാതിൽ തുറക്കുന്ന പ്രാർത്ഥന മുഖം നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അതിനു മുമ്പ് ഈ ദുആ നിങ്ങൾ പഠിച്ചു വെച്ചോ. നിങ്ങൾ ചൊല്ലുന്ന ദുആയാണ്. പക്ഷെ എന്നാലും ഈ അറഫാ ദിനത്തിന്റെ, പാവപ്പെട്ട നമ്മളുടെ ഈ സ്ഥാപനത്തിന്റെ 40 വർഷത്തെ പാരമ്പര്യമുള്ള പാണക്കാട്ട് തറവാട്ടിന്റെ പൊരുത്തമുള്ള സമസ്തയുടെ മഹാരഥന്മാരുടെ ഗുരുത്വമുള്ള ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്തിരുന്നിട്ട് അത് പഠിച്ചു പറയുമ്പോ അതിനൊരു ബറക്കത്തുണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. ഒരിക്കലും മറക്കല്ലേ പെങ്ങളെ, ഇന്ന് ഇവിടെ ഇരുന്ന് ചൊല്ലാൻ പറ്റുമെങ്കിൽ എങ്ങനെ, അതല്ലെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒന്നുവെല്ലാം എടുത്ത് കാരക്കയൊക്കെ കൊണ്ടുവച്ച് സംസമൊക്കെ കൊണ്ടരികിൽ വെച്ചിട്ട് ഒരു 100 പ്രാവശ്യം അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. പടച്ചോനെ, നിന്നോട് നിന്റെ റിളയെ ചോദിക്കുന്നു അല്ലാ, നിന്റെ തൃപ്തിയെ ചോദിക്കുന്നു അല്ലാ, വൽ ജന്ന നിന്റെ സ്വർഗം ചോദിക്കുന്നു അല്ലാ. ഇനി ഒരു അറഫയോ, ഇനി ഒരു അറഫ നോമ്പോ, ഇനി ഒരു ദുൽഹജ്ജ് മാസമോ നമ്മൾ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പഠിച്ചോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയം നൊന്ത് ചോദിച്ചോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. നോമ്പ് തുറക്കണ സമയത്ത് നിങ്ങൾ ചെല്ലണം സഹോദരിമാരെ, ഹൃദയം പൊട്ടി അള്ളാഹിനോട് പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന. പടച്ചവനെ, നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നിന്റെ തൃപ്തിയെ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. നിന്റെ കോപം, നിന്റെ നരകം, അതിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു അല്ലാ, കാവൽ ചോദിക്കുന്നു അല്ലാ. അള്ളാന്റെ തൃപ്തിയെ ചോദിക്കണം, അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അത് ഈ ദിവസമാണ്. നിങ്ങൾ ആലോചിക്കണം, എല്ലാവരും കഅബാലയത്തില് മിനയില് മയ്യത്ത് കിടക്കുന്ന പോലെ കിടന്നിട്ട് ദുആ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ദുആ അല്ലാഹ് പരിഗണിക്കണ്ടേ? നമ്മുടെ ദുആ അല്ലാഹ് പരിഗണിക്കണ്ടേ? അതിനാണ് ഞാൻ പറയുന്നത്, അത്രമേൽ ആത്മാർത്ഥതയുടെ വാതിൽ തുറന്നിട്ട് വേണം നമ്മൾ അള്ളാഹിനോട് പറയാൻ. ഇനി ഒന്നാമത്തെ നിങ്ങൾക്കറിയല്ല, ഹുസ്നു തവക്കുലി ഫിൽ ഇസ്തിഖ്ബാൽ. അറബി തന്നെ പഠിച്ചു വെച്ചോളി, മറക്കണ്ട. ഹുസ്നു തവക്കുൽ, ഏറ്റവും നല്ല തവക്കുൽ. വരാൻ പോകുന്നത് ബിസിനസ് പൊട്ടലാണോ, എന്താവട്ടെ തവക്കുൽ. തവക്കുലില്ലാത്തതുകൊണ്ടാണ് ഈ ഞറുക്കെടുപ്പിന് പോണത്. എന്തോ ഒരു ഞറുക്കെടുപ്പാണിപ്പോ. മാങ്ങാത്തുലിയുടെ കുറെ ഞറുക്കെടുപ്പ് ഇറങ്ങി കിടപ്പുണ്ട്. അതിന് നമ്മുടെ മലബാറിലെ താത്തമാരങ്ങോട്ട് നന്മ മരമായിട്ട് മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിച്ചിട്ട്, ആ പാവപ്പെട്ടവനല്ലേ വീട് കച്ചവടം നടക്കണ്ടേ, പാവപ്പെട്ടവനല്ലേ കരള് മാറ്റി വെക്കണ്ടേ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഞറുക്കെടുക്കാൻ നടക്കാണ്. ഹലാലാക്കാൻ വലിയ എളുപ്പമാണ്, ഹറാമാക്കാനാണ് പാട്. എല്ലാം ഹലാലാക്കാൻ പറ്റും. കല്ല് ഹലാലാക്കാം, വ്യഭിചാരം ഹലാലാക്കാം, ഞറുക്കെടുപ്പ് ഹലാലാക്കാം, എല്ലാം ഹലാലാക്കാം. ഞറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ ഇപ്പൊ ഒരു 1,00,000 സലാത്തൊക്കെ ചൊല്ലി അതിൽ നിന്ന് ഒരാളെ ഞറുക്കെടുത്ത് ഉംറയ്ക്ക് കൊണ്ടുപോകണ ഞറുക്കെടുപ്പിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അതൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സലാത്തൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ നടത്തലുണ്ട്. അതൊരു ആവേശം കൊടുക്കലാണ്. ഇത് ലോട്ടറി, തനി ലോട്ടറി. സങ്കടമാണ് ഇതൊക്കെ കാണുമ്പോൾ. തൊപ്പിയൊക്കെ ഉണ്ടാവും തലയിൽ. എന്നിട്ട് അങ്ങനെ ഇരുന്ന് പടച്ചവനെ കുറിച്ച് അങ്ങനെ പറയാണ്. 10,000 ടിക്കറ്റ് വിട്ടുപോയോളൂ നിങ്ങൾ ഇനി സഹായിക്കുന്നു. അതിന്റെ അടിയിൽ മാഷാ അല്ലാഹ് പടച്ചവൻ കൂടെ ഉണ്ട്, റബ്ബ് കൂടെ, എന്ത് കൂടെ ഉണ്ട്. അറാമായ സാധനത്തിന് നിങ്ങൾ എന്ത് മാഷാ അല്ലാഹ് എന്ത് സ്റ്റിക്കർ എഴുതിയിട്ടിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എത്ര മനുഷ്യ നന്മ കളിച്ചിട്ട് എന്താണ്? നിങ്ങൾ ആരാ ചവിട്ടി തേക്കുന്നത്? നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്ക്. ഒരു കൂട്ടായ്മയിലൂടെ എത്രയൊക്കെ ഇവിടെ ആരൊക്കെ സഹായിച്ചു. ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടും വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടൊക്കെ എത്ര ആൾക്കാരെ കിഡ്നി മാറ്റി വെച്ചു, എത്ര ആൾക്കാരെ കടം തീർത്തു, എത്ര ആൾക്കാർ. അന്നൊന്നും ലോട്ടറി വേണ്ടായിരുന്നോ? അപ്പോൾ ഒരു പുതിയ സംവിധാനങ്ങൾക്ക് ഇബ്ലീസ് ഒരു സുഖം ഇട്ട് തരുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടുക. അപകടമാണ് പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. സഹോദരിമാരെന്നും ഈ വലയിൽ വീണു പോരുത്.
നിങ്ങൾ ഈ നോമ്പൊക്കെ പിടിച്ച് അറഫയുടെ ദിനത്തിൽ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ നിങ്ങളിങ്ങനെ ആമീൻ പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഇരുന്ന് കരയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ചതിയിൽ വീണുപോവാ? ഇബ്ലീസിന് കയറാൻ നിങ്ങൾ ഗ്യാപ്പ് കൊടുത്തിട്ടല്ലേ? ഇബ്ലീസിന് കടക്കാൻ നിങ്ങളൊരു അവസരം കൊടുത്തിട്ടല്ലേ? ഇബ്ലീസിന് നിങ്ങളൊരു വാതില് തുറന്നു കൊടുത്തിട്ടല്ലേ? എന്തിനാണ് നിങ്ങൾ അതിന് നിൽക്കുന്നത്? എന്തിനാ നിങ്ങൾ അതിന് നിൽക്കുന്നത്? എല്ലാ കാര്യത്തിനും ഉണ്ടാവും, എല്ലാ നന്മയ്ക്കും ഉണ്ടാവും, എല്ലാ ഉലുബാലിനും ഉണ്ടാവും. അതാ പ്രശ്നം. 27 രാവിലെ ഫുള്ള് രാത്രി ഉറക്കമൊഴിക്കും. 28 അന്ന് രാത്രി കോഴിക്കോട് കടപ്പുറത്ത് പോയി ഐസ്ക്രീം കുടിച്ച് ആരെങ്കിലും തോളത്ത് കൈയിട്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കണ കാണാം. കടപ്പുറം ആറാമാണെന്നൊന്നും ഞാൻ പറയണേ, പക്ഷെ എന്നാലും മാസത്തിനൊക്കെ ഒരു ബഹുമാനം ഇല്ലേ? എല്ലാത്തിനും ഉണ്ടാവും. സംസം വെള്ളം കുടിക്കും, മറ്റേ വെള്ളം കുടിക്കും. ഇതെന്തിനാണ്? നമ്മൾ ആരെയാ പറ്റിക്കുന്നേ? അള്ളാഹു കണ്ണുപൊട്ടനാണ് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അള്ളാന്റെ കണക്ക് പുസ്തകം തെറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹുവേ, നിന്റെ കോപത്തെ തൊട്ട് ഞങ്ങളെ കാക്കണം പടച്ചോനെ. ഞങ്ങളെ നല്ലവരാക്കണേ അല്ല, ഞങ്ങളെ നന്നാക്കണേ അല്ല. അതുകൊണ്ട് 1 ഹുസ്നുൽ തവക്കുലാണ്, 2 ഹുസ്നുൽ റിളയാണ്, തൃപ്തി. എനിക്ക് മാത്രമേ ഈ വീട്, എനിക്ക് മാത്രമേ, എന്റെ കുഞ്ഞു മാത്രമേ ഇങ്ങനെ, എനിക്ക് കിട്ടിയ ഭാര്യ മാത്രമേ ഇങ്ങനെ, എന്റെ ജോലി മാത്രമേ ഇങ്ങനെ, ഞാൻ അങ്ങനെ പോയിരുന്നെങ്കിൽ ഇങ്ങനെ ആകാമായിരുന്നു, ഇങ്ങനെ പോയിരുന്നെങ്കിൽ അങ്ങനെ ആകാമായിരുന്നു. അങ്ങനെ ആവൂല, നീ ഇങ്ങനെ തന്നെ ആവുള്ളൂ എങ്ങനെ പോയാലും. അത് തൃപ്തി വേണം. അള്ളാഹുവേ മാഷാ അല്ലാഹ്, എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് കുറേ ദിവസം കൊണ്ട് സ്നേഹസാഗരത്തിലേക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ. ഞാൻ നോക്കുമ്പോൾ 1/2 മണിക്കൂർ ബാക്കിയുണ്ട്. തനസീനോട് പറഞ്ഞു, എന്നാൽ അവിടെ പോയി ആ ഉമ്മയെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ബക്കറ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സ്വതക്കിട്ട് കൊടുക്കി. അറഫാ ദിവസം, ദുൽഹജ്ജ് മാസം, യൗമുൽ ജുമുഅ, ഇൽമിന്റെ വേദി, പ്രാർത്ഥനയുടെ വേദി, ഹൃദയം ഇങ്ങനെ അലിഞ്ഞിരിക്കുന്ന സമയം നല്ല സ്വതക്കിട്ട് കൊടുത്തോളി. അള്ളാഹു ഈ സംഘാടകർക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ, ഈ സ്ഥാപനത്തെ യശസ് ഉയർത്തട്ടെ, എല്ലാ വിജയവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഇന്നലെ എന്നാ പിന്നെ ആ ഉമ്മയെ കാണാമെന്ന് കരുതി അങ്ങോട്ട് പോയി. ചെറിയൊരു വീട്, ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ പണ്ട് താമസിച്ചിരുന്ന ഒരു വീടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് അതിന്റെ മണമൊക്കെ ഇങ്ങനെ വരുന്ന ചെറിയൊരു വീട്. ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ. 18 വർഷം കൊണ്ട് ആ വീട്ടിൽ ഒറ്റക്ക്. ഇപ്പൊ ക്യാൻസറാണ്. അപ്പൊ അവര് പറയുന്നത്, എന്നെ എങ്ങനെയെങ്കിലും ഉസ്താദ് ഒന്ന് കൊണ്ടുപോയി സ്നേഹസാഗരത്തിൽ കിടത്തിയാൽ, ഇവിടെ ആരുമില്ല ഹോസ്പിറ്റലിൽ പോകാൻ. മരണപ്പെട്ടാൽ ശരീരത്തിന്റെ ദുർഗന്ധം വന്നാൽ പോലും അത് മണത്തറിഞ്ഞിട്ട് ഒരാൾ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വന്ന് മയ്യത്ത് കാണാൻ പോലും പരിസരത്ത് ആളില്ല. അതുകൊണ്ട് എന്നെ ഒന്നേറ്റെടുക്കുമോ നിങ്ങളുടെ സ്ഥാപനത്തിൽ? ഒറ്റക്ക്. ഞാൻ പറഞ്ഞു, ഇന്ന് നല്ല ക്ഷീണമാണല്ലോ, ഇന്ന് പെരുന്നാൾ ദിവസം അറഫാ ദിവസമൊക്കെ അല്ലേ ഉസ്താദെ വരുന്നത്, അതുകൊണ്ട് വീടൊക്കെ ഒറ്റക്ക് വൃത്തിയാക്കി. അള്ളാഹുവേ പടച്ചവനെ, അതാണ് പടച്ചവന്റെ തൃപ്തി. കയ്യിൽ തസ്ബീഹുമാലയുണ്ട്, തലയിൽ തട്ടമുണ്ട്, നിസ്കാരത്തഴമ്പുണ്ട്. ഒറ്റക്ക് വീടിന്റെ അകത്ത് ആര് വെടിഞ്ഞു പോയാലും, മക്കൾ ഉപേക്ഷിച്ചു പോയാലും, കുടുംബം മാറ്റി പറഞ്ഞു പോയാലും, 36 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ഭർത്താവ് വിട പറഞ്ഞു പോയിട്ടും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ. ഹുസ്നുർ റിളാ, ഹുസ്നുർ റിളാ, ഹുസ്നുർ റിളാ നമുക്ക് വേണം. ഞാൻ ഒരിക്കല് വരക്കൽ മക്കാമിൽ സിയാറത്ത് കഴിഞ്ഞിറങ്ങുമ്പോ മാനസിക രോഗിയായ ഒരു മോനെയും കൊണ്ടൊരു ഉമ്മയും വാപ്പയും ഓടി വന്നു. മോനോട് പറയുന്നു, മോനെ ഉസ്താദിന് കൈ കൊടുക്കടാ, അവനറിയില്ല അതൊന്നും. ഉസ്താദിന് കൈ കൊടുക്കും, മോനെ ദുആ ചെയ്യാൻ പറയടാ. അവനിങ്ങനെ മുഖമൊക്കെ ഒരു വല്ലാത്ത ഒരു ഗോഷ്ഠിയൊക്കെ കാണിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. വാപ്പ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് 4 മക്കളാണ്, 2 പെണ്ണും 2 ആണും. 3 മക്കളെ അല്ലാഹു തആല മരിപ്പിച്ച് കളഞ്ഞു. 3 മക്കളെ എല്ലാം 4 വയസ്സ് മുമ്പ്, 3 വയസ്സ്, 2 വയസ്സ്, 4 വയസ്സിന് മുമ്പ് ഒരു അസുഖം വന്ന് മരിക്കും. അവർക്കൊക്കെ നല്ല ബുദ്ധിയായിരുന്നു ഉസ്താദെ, നല്ല കാണാനും നല്ല ഭംഗിയായിരുന്നു. 4ാമത്തെ മോനെ അല്ലാഹു തആല മരിപ്പിച്ചില്ല. പക്ഷെ 4ാമത്തെ മോൻ മാനസിക രോഗിയാണ്, ബുദ്ധി വൈകല്യമുള്ള മോനാണ്. 16 വയസ്സായ മോന്റെ അവസ്ഥ ഉസ്താദ് കണ്ടില്ലേ? ഒന്നും തിരിച്ചറിയൂല, ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ശംസുല്ലമ്മയുടെ അടുത്ത് ആ മോനൊന്ന് സിയാറത്തിന് കൊണ്ടുവന്നതാ. എന്നാലും അൽഹംദുലില്ലാ മോന്റെ ദീർഘായുസിന് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. 3 ബുദ്ധിയുള്ള മക്കളെ അല്ലാഹു തആല മരിപ്പിച്ചിട്ട് 4ാമത് കൊടുത്തതിനെ മരിപ്പിക്കാതെ വൈകല്യമുള്ള മോനാക്കി കൊടുത്തപ്പോ ആ മോന്റെ ദീർഘായുസിന് ദുആ ചെയ്യണമെന്ന് ആ ഉമ്മ പറയണമെങ്കിൽ അതാണ് ഹുസ്നുർ റിളാ. അല്ല എന്നോട് എന്തിനാ ഇത് ചെയ്തതെന്ന് അവര് ചോദിച്ചില്ല. ആ മോനാണെങ്കിൽ ആ മോൻ അവൻ ആയുസോട് കൂടി കിട്ടട്ടെ എന്നാണ് ആ ഉമ്മ ആഗ്രഹിക്കുന്നത്.
ആരോഗ്യമുള്ള മക്കളെ ശപിക്കുമ്പോ, അവരെ കുറ്റപ്പെടുത്തുമ്പോ, നീ എന്തടാ ഇങ്ങനെ ആയിപ്പോയതെന്ന് പറഞ്ഞ് വിശുദ്ധ ദിവസങ്ങളുടെ രാത്രി പോലും അവരെ പരിഹസിക്കുമ്പോ, ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഡയറിയിൽ എഴുതി വെക്കണം, വല്ലപ്പോഴും മറച്ചു നോക്കണം. അപ്പൊ ഒന്ന് ഹുസ്നുൽ തവക്കുലാണ്, രണ്ട് ഹുസ്നുൽ റിളയാണ്, മൂന്നാമത്തത് ഹുസ്നുൽ സബ്രി ഫീമാ ഫാത്ത്. അള്ളാഹു എന്തൊക്കെയാണോ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അതിലെല്ലാം ക്ഷമ വേണം. വമൽ മാലു വൽ അഹ്ലൂന ഇല്ലാ വദാഇഹു വലാ ബുദ്ദ യൗമൻ തുറദ്ദുൽ മവാദിഉ. നിനക്ക് തന്ന വീടും നിന്റെ മക്കളും നിന്റെ കുടുംബവുമെല്ലാം അള്ളാഹു തന്നിരിക്കുന്ന വാടക കെട്ടിടങ്ങളാണ്, വാടക സാധനങ്ങളാണ്. കാലാവധി കഴിയുമ്പോ അള്ളാഹു അതിനെ മടക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് നഷ്ടപ്പെട്ടു പോയാലും, എത്ര കച്ചവടം പൊട്ടിയാലും, എത്ര സാമ്പത്തിക നഷ്ടം വന്നാലും, എത്ര രോഗം അല്ലാഹു തന്നാലും, എത്ര പ്രതിസന്ധി അല്ലാഹു തന്നാലും, എത്ര പ്രയാസം അല്ലാഹു തന്നാലും, ഹുസ്നുസ് സബ്ർ, ഹുസ്നുസ് സബ്ർ, ഹുസ്നുസ് സബ്ർ, നല്ല ക്ഷമ, നല്ല ക്ഷമ ഉണ്ടാവണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് മുത്തുനബി ചോദിച്ചപ്പോ ഞങ്ങളൊക്കെ സമ്മതം മൂളി. ആരംഭപ്പൂവായ ഹബീബ് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഭവ്യതയോടെ നല്ല വസ്ത്രം ധരിച്ച് ഭൂമിയിൽ മാത്രം നോക്കി നടന്നു പോകുന്ന ആ പെണ്ണിനെ നിങ്ങൾ കണ്ടില്ലേ, അവൾക്ക് സ്വർഗമാണ്. എന്താണ് കാരണം നബിയെ? ആ സമയത്ത് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർക്കൊരു രോഗമുണ്ടായിരുന്നു, അപസ്മാരത്തിന്റെ രോഗം. അപസ്മാരം വലിയ അപകടമാണ്. എന്റെ മരണപ്പെട്ടു പോയ മോൻ ആ രോഗം ഉണ്ടായിരുന്നു. കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ ആറ്റപ്പൂവിന്റെ മുമ്പിൽ ആ മോനെ കൊണ്ടിരുത്തിയപ്പോ ആ കണ്ണുകൾ അത്ഭുതത്തോടെ വിടരുന്നത്, എന്തോ കാഴ്ച കണ്ട് വിടരുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. വെറും ഒരു തങ്ങളല്ല ഹൈദരലി തങ്ങൾ, നിങ്ങളത് മനസ്സിലാക്കണം. കേവലം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല ഹൈദരലി തങ്ങൾ, നിങ്ങളത് മനസ്സിലാക്കണം. എന്റെ മോന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, അത് വെറും ഒരാളല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മജ്ലിസുൻ നൂറിന് സാധാരണ നമ്മൾ ബദരിയത്ത് ചൊല്ലിയാൽ കിട്ടുന്ന എല്ലാ കൂലി ഉണ്ടാവും. പക്ഷെ അത് ഹൈദരലി തങ്ങൾ പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പവർ ഉണ്ടല്ലോ, അത് ചില്ലറ പവറല്ല. ഹസൻ സക്കാഫി ഉസ്താദിനെ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് സ്നേഹസാഗരത്തിന് നേരിട്ട് ഞാൻ ഹൈദരലി തങ്ങളോട് ഇജാസത്ത് വാങ്ങി, കിതാബ് കൊടുത്ത് ചൊല്ലിത്തന്നു വാങ്ങി. ഞാൻ നേതൃത്വം കൊടുക്കുന്ന റഹ്മാനി ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, അതുപോലെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർക്ക് ഇജാസത്ത് കൊടുക്കാൻ ഉസ്താദിനെ നേരിട്ട് എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ മജ്ലിസ് നടത്തി. അപ്പൊ അങ്ങനെ ചൊല്ലുമ്പോൾ അതിന് കുറച്ച് പവർ കൂടും. അതാണല്ലേ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘടന വളർത്താൻ വേണ്ടിയിട്ടല്ല മജ്ലിസിന്റെ ഉണ്ടാക്കിയത്, അതൊക്കെ തെറ്റിദ്ധാരണയാണ്, അത്ഭുതമാണ്. ആത്മീയമായ ഒരു ഉന്മേഷം, ഒരു വാതിൽ മുട്ടുന്നത് പോലെ തോന്നും. ബദരീങ്ങൾ വന്ന് നെഞ്ചിലിങ്ങനെ മുട്ടണ പോലെ തോന്നും മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ. ഇവിടെയും അത് ചൊല്ലി, അള്ളാഹുവെ നീ കബൂലാക്ക്, റഹ്മാനെ കബൂലാക്കു, പടച്ചോനെ അള്ളാഹുവെ രക്ഷപ്പെടുത്ത്, അല്ലാഹ് രക്ഷപ്പെടുത്തല്ല. അതുകൊണ്ട് എന്ത് നഷ്ടപ്പെട്ടാലും ക്ഷമ, എന്ത് നഷ്ടപ്പെടട്ടെ, എന്തോ സംഭവിക്കട്ടെ, ഹുസ്നുസ് സബ്ർ, നല്ല ക്ഷമ. അപസ്മാര രോഗമുണ്ടായിരുന്നു ആ സ്ത്രീക്കെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്ത്രീ വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, ഈ രോഗം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, ഈ രോഗമൊന്നു മാറാൻ നിങ്ങൾ ദുആ ചെയ്യണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ക്ഷമിച്ചാൽ സ്വർഗം കിട്ടും. ദുആ ചെയ്താൽ രോഗം മാറ്റിത്തരും, പക്ഷെ ക്ഷമിച്ചാൽ സ്വർഗം കിട്ടും. എന്ത് വേണം? ആ സഹോദരി പറഞ്ഞു, എന്നാൽ ഞാൻ ക്ഷമിക്കാം നബിയെ, സ്വർഗം മതി. ഈ അസുഖം സ്വർഗത്തിന് പകരമുള്ളതാണെങ്കിൽ, ക്ഷമയ്ക്ക് പകരമുള്ളതാണെങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി എന്ന് ആ സഹോദരി പറഞ്ഞപ്പോ നബി തങ്ങൾ ദുആ ചെയ്തു, അവർക്ക് സ്വർഗം കിട്ടും. പക്ഷെ ഒരു കാര്യം അവര് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കഴിയുന്നില്ല ഹബീബേ. അപസ്മാരം എന്ന് പറയുമ്പോ ഒരു അബോധാവസ്ഥയാണ്, മറിഞ്ഞു വീഴും. ആളുകളുടെ മുമ്പിലാണോ ജനങ്ങളുടെ ഇടയിലാണോ ഒന്നും അറിയില്ല. അപ്പൊ ഔറത്തൊക്കെ മാറിപ്പോവും. എനിക്ക് പേടിയാണ്, ഞാൻ അല്ലാഹയെ ഭയന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നബിയെ, അതുകൊണ്ട് ഔറത്ത് വെളിവാകാതിരിക്കാൻ അവിടെ നിന്ന് ദുആ ചെയ്യണം. വീണോട്ടെ, തലയിടിച്ചോട്ടെ, തല പൊട്ടിക്കോട്ടെ, പക്ഷേ വീഴുമ്പോ ഔറത്ത് വെളിവാകാതിരിക്കാൻ അവിടെ നിന്ന് ദുആ ചെയ്യണം. അതിനുശേഷം പിന്നെ ഔറത്ത് വെളിവായിട്ടില്ല വീഴുമ്പോ. അങ്ങനെയാണ് അപസ്മാരം, അങ്ങനെയാണ്.
ഹുസ്നുൽ സ്വബറാണ്, നല്ല ക്ഷമ. മരിക്കുന്നതിന്റെ അന്നത്തെ ക്ഷമ, കുറെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ക്ഷമിച്ചു അല്ലാ, അതൊന്നും ക്ഷമയല്ല. മരിക്കണ സമയത്തെ ക്ഷമ, എന്ത് സംഭവിച്ചാലും ക്ഷമ. ബിസിനസ് ഒന്നടങ്കം പൊട്ടിപ്പോയി, ഫ്ലാറ്റ് തകർന്നു വീണു, 25 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ഇവിടെ വെച്ചിട്ട് നാളെ നാട്ടിലേക്ക് കയറിക്കൊള്ളണമെന്ന് അവിടുത്തെ കഫീല് പറഞ്ഞപ്പോ നാട്ടിൽ മുഴുവനും വിളിച്ച് എന്റെ എല്ലാം പോയി, അല്ല എന്നെ കൈവിട്ടു. അതല്ല പറയേണ്ടത്. പാസ്പോർട്ട് വാങ്ങ, അൽഹംദുലില്ലാ, ഇത്രയും കാലം ഞാൻ ഇവിടെ ജീവിച്ചു, മക്കളെ നോക്കി, കുടുംബത്തെ നോക്കി, മാഷാ അല്ലാ, സന്തോഷായി. അല്ല ഇപ്പൊ ഒന്നുമില്ലാതെ വന്ന വഴിയിലേക്ക് മടക്കി വിട്ടാൽ ഞാൻ പോവാണ്, അൽഹംദുലില്ലാ. അതാണ് ഹുസ്നുൽ സബർ, നല്ല ക്ഷമയതാണ്, നല്ല ക്ഷമയതാണ്. ഇൻഷാ അല്ലാഹ് ഈ 3 ആപ്തവാക്യങ്ങൾ നിങ്ങളുടെ നെഞ്ചിലിരിക്കട്ടെ. ഹുസ്നുൽ തവക്കുൽ, ഹുസ്നുൽ റിള, ഹുസ്നുൽ സബർ. ഈ മജ്ലിസ് കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഈ 3 നെഞ്ചിലുണ്ടാവണം. ആര് കുറ്റപ്പെടുത്തട്ടെ, ആര് പരിഹസിക്കട്ടെ, ലോകത്ത് എന്തൊക്കെ സംഭവിക്കട്ടെ, ഈ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ മാറൂല എന്ന് തീരുമാനിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.